ജന്മാദ്യശ്ചൈതന്യാദിതരതച്ചാർത്തേഷു വിഘ്നസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവേയം കേന്ദ്രയത് സൂര്യ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം ബ്രഹ്മാവിൻ്റെ സ്തുതിയെല്ലാം കഴിഞ്ഞു. ഭഗവാൻ സന്തോഷിച്ചു. അതിന് സൃഷ്ടിക്കുള്ളതായ അനുഗ്രഹം വേദജ്ഞാനവും എനിക്ക് വേണം എന്നാണ് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഈ പൂജ കൊണ്ടൊന്നുമല്ല ഭഗവാൻ സന്തോഷിക്കുന്നത്, സ്തുതി കൊണ്ടാണ്. ബ്രഹ്മാവ് ഇവിടെ മണികൊട്ടി പൂജിച്ചു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഉണ്ടോ? 21 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭഗവാൻ സന്തോഷിച്ചത്. അപ്പം ഭഗവാനെ എപ്പോഴും നാമം ചൊല്ലി സ്തുതിക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനവും ഏറ്റവും പ്രധാനപ്പെട്ട ഉപാസന. ഈ മണികൊട്ടി പൂജയൊന്നുമല്ല. ഭാഗവതം അങ്ങനെ ക്രിയായോഗത്തിനെ ഒരുപാട് സ്ഥലത്ത് താഴ്ത്തി തന്നെ പറയുന്നുണ്ട്. എവിടെ ക്രിയായോഗം ഉണ്ടോ അവിടെ ദോഷം ഉണ്ട്. നന്നായിട്ട് ചെയ്താലോ ഗുണമുണ്ട്, അതില്ല എന്ന് പറയണില്ല. പക്ഷേ ദോഷം വരാണ്ട് ആർക്കാ ചെയ്യാൻ പറ്റുക? മനസ്സിൻ്റെ ഏകാഗ്രത അത് തന്നെ എടുത്ത് നോക്കൂ. എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ ഉണ്ടാവുമോ? അതുതന്നെ ഏറ്റവും വലിയ ദോഷമാണ്. അപ്പോട്ടെ, ഇവിടെ വിഷയം ഭഗവാൻ സന്തോഷിച്ചിട്ട് വേദജ്ഞാനവും സൃഷ്ടിക്കുള്ളതായ പ്രേരണയും ബ്രഹ്മദേവന് നൽകി എന്നാണ് പറഞ്ഞത്. 8ാമത്തെ ശ്ലോകം. പത്മകോശം തദാവിശ്യ ഭഗവത് കർമ്മജ്യോതിത ഏകം വ്യവാംക്ഷീരുരുധ ത്രിത ഭാവ്യം ദിസപ്തഥ. സൃഷ്ടിയെപ്പറ്റി പറയുന്നു. ഭഗവാൻ ശ്രീനാരായണൻ അല്ലെങ്കിൽ വിഷ്ണു ആണ് സൃഷ്ടിക്കേണ്ടത്. അത് ബ്രഹ്മാവിൽ കൂടെ ആയി എന്ന് മാത്രം, ഒന്നും വേറെ ഒന്നുമല്ല. ഭഗവാന്റെ കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാവ് എന്തു ചെയ്തു? തഥാ അപ്പോൾ പത്മകോശം താമരമൊട്ടിനെ ആവിശ്യ പ്രവേശിച്ചിട്ട് ദിസപ്തത 14ആയിട്ടും ഉരുത ബഹുവായിട്ടും. ദിസപ്തം 7x2 ദിസപ്തത 14. ഭാവ്യം ഭാവിക്കുവാൻ യോഗ്യമായ ഏകം ഒന്നിനെ ത്രിധ 3ആയിട്ട് വിഭജിച്ചു. ആ താമര അത്രയധികം വലുതായിരുന്നു, വലിയൊരു താമരയായിരുന്നു. അസാധാരണമായിട്ടുള്ള താമരയായതുകൊണ്ടാണ് അതിനെ 14ആക്കിയിട്ട് വിഭജിക്കാൻ കഴിയുന്നത്. എത്രയായിട്ട് വേണമെങ്കിൽ വിഭജിക്കാമെന്നാണ് പറയണം ഇവിടെ. അത്രയും വലിയ താമരയായതുകൊണ്ട് 14 ലോകങ്ങൾ അതിനെ 3ആയിട്ടും വിഭജിച്ചു. ഇവിടെ നമ്മൾ 3 ലോകം എന്ന് പറയണതും 14 ലോകം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. 14 ലോകങ്ങൾ വേറെ എടുത്ത് പറയുമ്പോൾ 14ആണ്. 7 അധോലോകത്തെ ഒന്നാക്കിയിട്ടാണ് പറയും. അധോലോകം നമ്പർ 1, 7 അതിൽ പോയി. ഭൂമി 2, മേപ്പെട്ടുള്ള 6 ഊർധ്വലോകങ്ങളാണ്. അതിനെയൊക്കെ പാടെ ഊർധ്വലോകം എന്ന ഹെഡിങ്ങിൽ കൊണ്ടുവരുമ്പോൾ 3ആണ് ലോകം. കാരണം ഓം ഭൂർ ഭൂർ സ്വ എന്ന് ഗായത്രിയിൽ പറയണത്. ഭൂവർലോകം, ഭൂലോകം, പിന്നെ താഴെയുള്ള ലോകങ്ങളും. ഭൂവർലോകം താഴേക്കുള്ളത്. അപ്പോൾ 3 ലോകം 14നെ 3ആക്കി വിഭജിക്കണു. വിസ്തരിച്ചൊരു 14. സൃഷ്ടിക്കായിക്കൊണ്ട് ആദ്യം ഉണ്ടാക്കിയത് ലോകങ്ങളാണ്. 14 ലോകം, അതായത് വിഭജിച്ച് കുറച്ച് പറയുമ്പോൾ 3ഉം ദിസപ്തഥ പിന്നെ ത്രിധ 3ആക്കിയിട്ട്. തത് പത്മകോശം ആവിശ്യ ആ പത്മകോശത്തെ പ്രവേശിച്ചിട്ട് എങ്ങനെയാ? കർമ്മചോദിത, കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് ബ്രഹ്മദേവൻ ഏകം പത്മകോശം
ഏകമായിരിക്കുന്ന പത്മകോശത്തെ ത്രിധ ദിസപ്തത വ്യഭാംഷീത്. ദിസപ്തം 14, ത്രിധ 3 വ്യഭാംഷീത് വിഭജിച്ചു. സൃഷ്ടി തുടങ്ങുകയാണ് സൃഷ്ടി പ്രോപ്പർ പറയണത്. ഏതാവാൻ ജീവലോകസ്യ സംസ്ഥാഭേദസമാഹൃത ധർമ്മസ്യ ഹനിമിത്തസ്യ വിഭാഗ പരമേട്യസോ. ഇവിടെ പറയണ ജീവലോകസ്യ, ജീവലോകത്തിൻ്റെ സംസ്ഥാഭേദ രചനാവിശേഷം ഏതാവാൻ ഇത്രമാത്രം എന്ന് സമാഹൃത പറയപ്പെട്ടിരിക്കുന്നു. ആദ്യം സൃഷ്ടിച്ചത് ലോകങ്ങളാണ്. സ്ഥലം വേണമല്ലോ, അവിടെ ഇല്ലേ സൃഷ്ടി നടക്കുക. അസൗ പരമേഷ്ടി, ഈ ബ്രഹ്മാവ്, പരമേഷ്ടി ബ്രഹ്മാവ്, അനിമിത്തസ്യ നിഷ്കാമമനുഷ്ഠിക്കുന്ന ധർമ്മത്തിൻ്റെ വിഭാഗ പരിഭാഗമാകുന്നു. നിഷ്കാമമായിരിക്കുന്ന കർമാനുഷ്ഠാനം, അതിൻ്റെ ഒരു പ്രതീകമാണ് ബ്രഹ്മാവ്. നമ്മളിപ്പോൾ ഈ നിഷ്കാമകർമ്മം എന്നിങ്ങനെ പറയുക ഇഷ്ടം പോലെ കേട്ടൊരു വാക്ക് എന്നല്ലാതെ അത് ഒന്നും ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാൻ വാസ്തവത്തിൽ നമുക്ക് സാധിക്കുമോ? ഇത്ര ആൾക്കാർ പറയുന്നുണ്ട് വെറുതെ പറ്റില്ല കേട്ടോ, വെറുതെ പറ്റില്ല, എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ, വെറുതെ വയ്യ. അതായത് കർമ്മം പ്രധാനമായിട്ട് ഈശ്വരോപാസന. ആ ഈശ്വരോപാസനയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാം എന്ത്? ഈ ലോകത്തിലേക്ക് വേണ്ട യാതൊന്നുമല്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിലേക്ക് വേണ്ട യാതൊന്നും ഭഗവാനിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു കർമ്മവും ഉപാസനയും ചെയ്യരുത്. ചെയ്താൽ അത് വ്യർത്ഥം. അതുകൊണ്ട് സകാമ ആരാധന തികച്ചും തെറ്റാണെന്ന് തന്നെയാണ് ശ്രീമദ് ഭാഗവതം പോലെയുള്ള ശാസ്ത്രങ്ങൾ പറയുക. അപ്പോൾ വേദത്തിൽ ഈ ഫലശ്രുതി പറയണതോ ഇന്നത് കേട്ടാൽ ഇന്നത് കിട്ടും, ഇന്നത് പയച്ചാൽ ഇന്നത് കിട്ടും. ഇപ്പോൾ യൂട്യൂബ് ഒന്ന് തുറക്കുക വേണ്ടു, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീരണ വിധത്തിലുള്ള ഒരുപാട് മന്ത്രം. ഞാൻ പറയാം, ഇതൊന്നും നോക്കുക ചെയ്യരുത്. യൂട്യൂബ് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ഉപാസനയെ ഒരിക്കലും പാകപ്പെടുത്തരുത്. തെറ്റാവും, അത് വലിയ അബദ്ധമാണത്. കാരണം ഒന്നാമത് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ ചെല്ലിയാലും കഴിയുക. കാരണം അത്ര കാര്യങ്ങൾ ദിവസേന വരുന്നുണ്ടേ. ഓരോരുത്തരുടെ വിം ആൻഡ് ഫാൻസി എന്ന് പറയും ഇംഗ്ലീഷിൽ, ഭാവനയ്ക്കനുസരിച്ച് അത് അവർക്ക് എന്തെങ്കിലും കണ്ടു അതാണ് ഇടുക, അത്രയേ ഉള്ളൂ. വ്യൂവേഴ്സ് വേണം അവർക്ക്, വേറെ ഒരു ലക്ഷ്യം അവർക്കില്ല. അവിടെ ദയവ് ചെയ്ത് അത്തരം മാധ്യമങ്ങൾ നോക്കി നമ്മുടെ പ്രാർത്ഥന ചിട്ടപ്പെടുത്തരുത്. നമ്മുടെ അനുഭവപ്രകാരം ഗുരുനാഥനിൽ നിന്ന് എന്ത് കിട്ടിയോ, അല്ലെങ്കിൽ നമ്മളെന്താണ്, ഒരു ഗുരു ഉണ്ടാവേണ്ടത് ആവശ്യമാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞു തരുന്നതോ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ളതോ ആയ ഉപാസന നമ്മൾ ഉറപ്പിക്കുക. പിന്നെ അതിലൊന്നും ചേർക്കുവരുത്, ഒന്നും കുറയ്ക്കുവരുത്. അത് പണ്ടൂടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം. ഇതാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുക. ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. ബ്രഹ്മാവിന് എന്ത് കിട്ടി സൃഷ്ടി നടത്തിയിട്ട്? അപ്പോൾ ഈ കിട്ടലല്ല ഉപാസനയുടെ ലക്ഷ്യം. കിട്ടാത്തതിനെ സഹിക്കലും കഴിയുന്ന ശ്രമങ്ങൾ നടത്താനുള്ള ഉത്സാഹം ഉണ്ടാക്കാനും ആണ്. അത് മുഴുവനെ കിട്ടി എന്ന് വരില്ല. ഇതാണ് ഗീതയിലത്തെയും നിഷ്കാമകർമ്മം. കർമ്മം ചെയ്യുക, ഫലം ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയാനുള്ള കാരണം. അല്ല, ചിലപ്പോൾ കിട്ടിയെന്ന് വരും, കിട്ടിയില്ല എന്ന് വരും. രണ്ടിനെയും ഒരേപോലെ കാണണം. അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യാനേ നമുക്ക് അർഹതയുള്ളൂ. അപ്പം അങ്ങനെ ബ്രഹ്മദേവൻ കർമ്മം ചെയ്യുന്നു. വിദുര ഉവാച യഥാർത്ഥ ബഹുരൂപസ്യ കരേരത്ഭുത കർമ്മണ കാലാക്യം ലക്ഷണം ബ്രഹ്മൻ യഥാവർണ്ണയന പ്രഭോ. അപ്പം വിദുരൻ ചോദിച്ചു, അത്ഭുത കർമ്മണ ഹരേ, അത്ഭുതകർമാവായിരിക്കുന്ന ഭഗവാന്റെ ബഹുരൂപസ്യ, അനേക രൂപം ധരിച്ച രീതിയിലുള്ള കാലം ലക്ഷണം, അതിൻ്റെ സ്വരൂപത്തെ ഒന്ന് പറയണം. ശരിക്കും ഭഗവാൻ ഒന്നാണല്ലോ, ഒറ്റ ശക്തിയുള്ളൂ, സംശയമൊന്നുമില്ല. എല്ലാ വിശ്വാസങ്ങളിലും
ഒറ്റ ഏകദൈവം തന്നെയാണ് പറയണത്. അത് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, നമ്മളും ബഹുദൈവത്തിൽ വിശ്വസിക്കണമൊന്നുമില്ല. ഒരൊറ്റ ശക്തി തന്നെ ഉള്ളൂ, സർവം കല്ലിതം ബ്രഹ്മ. അതിനെ പല വിധത്തിൽ നമ്മൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ മതവും ഒന്ന് തന്നെയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യ നന്മയാണ് എല്ലാവരുടെയും ലക്ഷ്യം. പ്രകൃത്യാതീതമായിട്ടുള്ള ശക്തിയെ, നമ്മുടെ സൃഷ്ടികർത്താവിനെ പ്രാപിക്കൽ തന്നെയാണ് എല്ലാ മതത്തിൻ്റെയും ലക്ഷ്യം. അതിൽ മാനിപ്പുലേറ്റ് ചെയ്യണു, തെറ്റായിട്ട് കാണുന്നു, അത് കാലം കൊണ്ട് ഗ്രന്ഥത്തിൽ വരുന്ന ചേർക്കലുകൾ, ഡിലീഷൻ, അഡീഷൻ, മോഡിഫിക്കേഷൻ അങ്ങനെ വരുന്നതാണ്. ഒറിജിനലായിട്ട് എല്ലാ മതവും ഒറ്റ ദൈവത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മളും അതെ. പക്ഷേ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ ആ ഒരു ദൈവത്തിലേക്ക് എത്താം. ദൈവം ഒന്നേ ഉള്ളൂ, സംശയമൊന്നും വേണ്ട ആ കാര്യത്തിൽ. അപ്പം ആ ഭഗവാൻ ഹരേ എന്ന് ഇവിടെ പറയണു. ഹരിയാവണമെന്നേ ഇല്ല, ഇഷ്ടം പോലെ പേര് കൊടുക്കാം. വിഷ്ണുഭക്തന്മാർക്കനുസരിച്ചിട്ട് ഹരി തന്നെയാണ് ആ ശക്തി, അത്രയേ ഉള്ളൂ. ദേവി ഭക്തന്മാർക്കോ ദേവിയാണ്, ശിവഭക്തന്മാർക്ക് ശിവനാണ്. ഇവർ തമ്മിലൊരു സുപ്പീരിയോറിറ്റിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ആ ഭഗവാന്റെ എല്ലാവിധ ലീലകളും, ഏകനായിരിക്കുന്ന ഭഗവാൻ പലതായി എന്നാണല്ലോ പറഞ്ഞത്, അതൊന്ന് വർണ്ണിച്ചു തരണം. വിസ്തരിച്ച് ഭഗവത് ലീലകളെ വർണ്ണിക്കണം. മൈത്രേയ ഉവാച, സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മൈത്രേയൻ്റെ ചരിത്രം. ഗുണവ്യതികരാകാരോ നിർവിശേഷോ അപ്രതിഷ്ഠിത പുരുഷത്തതുപാദാനം ആത്മാനം ലീലയാ സൃജത്. ഗുണവ്യതികരാകാര, ഗുണങ്ങളുടെ സമ്മേളനം നിമിത്തം. എന്താ ഗുണം? സാത്വികം, രാജസം, താമസം. ആകൃതിയോട് കൂടിയതും ഉണ്ടോ? അപ്പോൾ ആകൃതി ശരിക്കില്ല. ഭഗവാൻ ആകൃതിയൊന്നുമില്ല, 4 കയ്യുമില്ല, ദേവീ സ്വരൂപവും ഇല്ല, ചന്ദ്രക്കല അങ്ങനെയുള്ള രൂപവും ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടികളാണ്. ശിവനും ബ്രഹ്മാവും വിഷ്ണുവും ദേവിയും ഒന്നുമില്ല. ഉള്ളത് പരാശക്തി മാത്രം, ഒരു ശക്തി മാത്രമാണ്. അത് സ്ത്രീലിംഗവും അല്ല, പുല്ലിംഗവും അല്ല. ന സ്ത്രീ, ന ഷണ്ടോ, ന പുമാൻ, ന ജന്തു. അതിനെ അങ്ങനെ പ്രാപിക്കാൻ സാധാരണക്കാർക്ക് വിഷമമായതുകൊണ്ട് പല രൂപത്തെ കൊടുത്തു. നിർവിശേഷ, വിശേഷമില്ലാത്തതും, അപ്രതിഷ്ഠിത, പര്യവസാനത്തോട് കൂടാത്തതും. അവസാനമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ അവസാനമുണ്ട് അല്ലേ? 65 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനി ബാക്കി 35 ഉള്ളൂ. അതെന്നെ മുഴുവൻ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? എപ്പോൾ വേണമെങ്കിൽ പോകാൻ തയ്യാറായിട്ടിരിക്കാം 60 കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെയായാലും ജീവിച്ചത്ര ജീവിക്കുക. എവിടെ ആരും സ്ഥിരമല്ല, അത് ഓർക്കുക. വാടക വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് നമ്മളത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഭഗവാൻ മാത്രം അപ്രതിഷ്ഠിത, അവസാനത്തോട് കൂടാത്തതാണ്, എന്നും ഒരുപോലെയാണ്. പുരുഷ തതുപാദാനം, അതാകുന്ന ഉപാദാനത്തോടു കൂടിയ ആത്മാനം, ആത്മാവിനെ സൃഷ്ടിച്ചു. എന്താണ് ഉപാദാനം എന്ന് പറഞ്ഞാൽ? ഭഗവാൻ ഭഗവാനെ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഭഗവാനല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഉപാദാനം എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, ഈ സ്വർണ്ണപ്പണിക്കാരൻ സ്വർണ്ണം ഉണ്ടാക്കുമ്പോൾ അതിൽ പണിക്കാരൻ കർത്താവും ഉപാദാന കാരണം സ്വർണവും ആണ്. ഉണ്ടാക്കുന്ന ആളല്ല സ്വർണം, ആണോ? റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഉപാദാനം വേറെയാണ്. ഇവിടെ ഭഗവാൻ സൃഷ്ടിക്കുമ്പോൾ അത് രണ്ടും ഒന്നാണ്. യഥാർത്ഥ കാരണവും ഉപാദാന കാരണവും ഒന്നാണ്. ആ യഥാർത്ഥ കാരണത്തിന് വേറെ എന്തോ ഒരു വാക്ക് പറയും. ആ കാരണവും ഈ ലോകത്തിലത്തെ വസ്തുക്കളും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് ഭഗവാനെ സൃഷ്ടിക്കണ പോലെയാണ് വരിക. പുരുഷ തതുപാദാനം, ഉപാദാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. താൻ തന്നെയാണ് ഉപാദാന കാരണം, ഉണ്ടാക്കപ്പെടുന്ന വസ്തു താൻ തന്നെയാണ് എന്നർത്ഥം. ലീലയാ സൃജത്ത്, വിഷമത്തോട് കൂടിയിട്ടൊന്നുമല്ല, യാതൊരു വിഷമവും ഇല്ലാതെ ലീലയാ സൃഷ്ടിച്ചു. വിശ്വം വൈ ബ്രഹ്മ തന്മാത്രം സന്തിതം, വിഷ്ണു ഒക്കെ വലിയ സംഭവങ്ങളാണ് കേട്ടോ. വിശ്വം വൈ ബ്രഹ്മ തന്മാത്രം
സംസ്ഥിതം വിഷ്ണുമായയാ. ശരിക്കും ഈ കഥകളേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ഭാഗങ്ങളാണെന്നാണ് ഞാൻ പറയാം. അതൊക്കെ വലിയ തത്വങ്ങളാണത്, ലോകത്തിലത്തെ സത്യങ്ങളാണ്, സത്യമായിട്ടുള്ള കാര്യമാണ് പറയണം. അങ്ങനത്തെ കാര്യങ്ങൾ അറിയണ്ടേ? ഭാഗവതമൊക്കെ നോക്കിയാലേ ശരിക്കും അറിയുള്ളൂ. കുറച്ചൊക്കെ ഗീതയിലും ഉണ്ട്, ഇല്ല എന്നല്ല. സംസ്ഥിതം വിഷ്ണുമായയാ, അങ്ങനെ ഉപാദാന കാരണമാണെന്നൊന്നും ഗീതയിൽ ഉണ്ടാവില്ല. ആ ഒരു വാക്കൊന്നും ഞാൻ ഗീതയിൽ കണ്ടതായിട്ട് ഓർക്കണില്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഭാഗവതത്തിൽ തന്നെയാണ്. അതാണ് പറഞ്ഞത്. വിശ്വം ഗീത പോരാന്നല്ല, ഗീത നന്നല്ല എന്നർത്ഥമില്ല അതിന്. വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീമദ് ഭാഗവതം. ഭാഗവതം പഠിക്കണം ഒരാൾ ഭാരതത്തിൽ ജനിച്ചാൽ എന്ന് പറയുന്നത്. വിശ്വം വൈ ബ്രഹ്മ തന്മാത്രം സംസ്ഥിതം വിഷ്ണുമായ ഈശ്വരേണ പരിച്ഛിന്നം കാലേന അവ്യക്തമൂർത്തിന. വിഷ്ണുമായ, വിഷ്ണുവിൻ്റെ ആയാൾ, ഈശ്വരൻ്റെ എന്നർത്ഥം. സംസ്ഥിതം, സംഹരിക്കപ്പെട്ട ഈ വിശ്വലോകം. സൃഷ്ടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സംഹാരം, നിലനിർത്തലും ഉണ്ടാവും. അതിനുശേഷം സംഹാരം. 3 എണ്ണമാണല്ലോ. ബ്രഹ്മ തന്മാത്രം, ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു. ഉണ്ടാക്കണു, നിലനിർത്തണു, സംഹരിക്കപ്പെടുന്നു. ഈശ്വരനാൽ, ഈശ്വരേണ. അവ്യക്തമൂർത്തിന, അവ്യക്തമായ മൂർത്തിയോടുകൂടിയ. അവ്യക്തരൂപസ്യ, വ്യക്തരൂപസ്യ എന്നായാലും ശരിയാ, ചില തെറ്റാണ്. അജസ്യ വ്യക്തരൂപസ്യ സംസ്ഥാനത്തിലൊരു എവിടെ വരുന്നുണ്ട്. വ്യക്തരൂപമല്ല, അവ്യക്തരൂപം തന്നെയാണ്. ഭഗവാന്റെ ആ ഒരു രൂപം വ്യക്തമല്ല. അതുകൊണ്ടാണ് സ്വരൂപം കൽപ്പിച്ച് നമ്മൾ വ്യക്തമാക്കി തീർക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ വ്യക്തമാണെന്ന് വെച്ചാൽ വ്യക്തമാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം വ്യക്തമല്ല, അവ്യക്തമൂർത്തി. കാലേന, കാലം നിമിത്തം പരിച്ഛിന്ന, വേറെ പ്രകാശിപ്പിക്കപ്പെട്ടു. ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തമായിട്ട് കണ്ടാലല്ലേ കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക്, ചെവി ഇതുകൊണ്ട് കണ്ടിട്ടോ കേട്ടിട്ടോ തൊട്ടറിയാനോ പറ്റൂ. മറഞ്ഞു നിൽക്കുമ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയോ? അതുകൊണ്ടാണ് ഇന്ദ്രിയ ഗോചരമല്ല. ബ്രഹ്മതന്മാത്രം വിശ്വം വിഷ്ണുമായ പരിച്ഛിന്നം. ബ്രഹ്മതന്മാത്രമായിരിക്കുന്ന വിശ്വം വിഷ്ണുമായ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു, പരിച്ഛിന്നം. അതുകൊണ്ട് അത് ഇന്ദ്രിയഗോചരം അല്ല. യഥേദാനീം തഥാഗ്രേച പശ്ചാത്തപ്പേതീദൃശം സർഗോ നവവിധ തസ്യ പ്രാകൃതോ വൈകൃതസ്യ കാലദ്രവ്യഗുണൈരാസ്യ ത്രിവിധ പ്രതിസംക്രമ. സൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ 10 വിധം സൃഷ്ടി എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയണത്. ദശവിധ സൃഷ്ടി. ഏതത്, ഇത്, ഇതാനീം, യഥാ, ഇപ്പോൾ, ഏത് വിധമാണോ, അഗ്രേച തഥാ, മുമ്പും അങ്ങനെ തന്നെ, പശ്ചാത്, മേലിലും, ഈദൃശം, ഇപ്രകാരം തന്നെ. സൃഷ്ടി കഴിഞ്ഞ വിധത്തിൽ എങ്ങനെ ഉണ്ടായോ അതുപോലെ തന്നെയാണ് ഇപ്പം ഉണ്ടാവുന്നത്. മുമ്പേ നിലനിൽക്കുന്ന പോലെ തന്നെ ഇപ്പോഴും. ഇല്ലാതാവുന്നു, ഇനി ഇല്ലാതായാലോ ശേഷം പിന്നെ ഉണ്ടാവും. ആത്യന്തികമായിട്ടാണ്ട് ഇല്ലാണ്ട് ക്ലോസ് ചെയ്യല്ല ചാപ്റ്റർ. തിരോധാനം സംഭവിക്കുന്നു, താൽക്കാലികം, വെറും താൽക്കാലികം. അടുത്ത പ്രളയകാലത്ത് വീണ്ടും ഉണ്ടാവുന്നുണ്ടല്ലോ, ഇന്നലെയൊക്കെ പറഞ്ഞു അത്. അപ്പോൾ അതെങ്ങനെയാണ് കഴിഞ്ഞ കാലത്തുള്ള അതേപോലെ ഡിക്റ്റോ മോഡലാണ് അടുത്ത പ്രളയകാലത്ത് സൃഷ്ടി ഉണ്ടാവുന്നത്. അതാണ് അവിടെ എന്ത് പറഞ്ഞത്? ഇതാനീം യഥാ, ഇപ്പോൾ, ഇതാനും ഏത് വിധമോ, അഗ്രേച്ച, മുമ്പ് അങ്ങനെ തന്നെ, അഗ്രേ തഥാ പശ്ചാദപി, അഗ്രേ മുമ്പിൽ, പശ്ചാത് ശേഷം, തഥാ ഇപ്പോൾ, യഥാ ഇപ്പോൾ, ഇപ്പോൾ എങ്ങനെയാണോ, ഇതാനീം ഇപ്പോൾ, ഇതാനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അതുപോലെ തന്നെയാണ് അഗ്രേ ആൻഡ് പശ്ചാത്ത്. സൃഷ്ടി ഒരുപോലെ തന്നെ. ഈ ദൃശ്യം ഇപ്രകാരം തസ്യ, അതിൻ്റെ സർഗ, സൃഷ്ടി, തസ്യ സർഗ നവവിധ, 9 വിധം എന്ന് പറയപ്പെട്ടിരിക്കുന്നു.
അതിനെ പ്രാകൃതത്തിലുള്ള 6 എന്താന്ന് ശേഷം പറയുന്നുണ്ട്, ഭാവിയിൽ പറയും. പ്രാകൃതത്തിലുള്ള 6 തരം സൃഷ്ടി, വൈകൃതത്തിലുള്ള 3 സൃഷ്ടി. എത്രയായി? 6 3 9 അല്ലേ? ഈ 9നെ 10 പറയാൻ എന്താ ചില സ്ഥലത്ത് കാരണം? ദശവിധ സൃഷ്ടി എന്നാണല്ലോ പറഞ്ഞത്. ഈ പ്രാകൃതത്തിലും വൈകൃതത്തിലും ഉഭയം ആയി ചേർന്ന ഒരു സൃഷ്ടിയുണ്ട്. അതുകൊണ്ട് വേറെ ഇവിടെ പറയാത്തതുകൊണ്ടാണ് 9 എന്ന് പറഞ്ഞത്. വേറെ പറയാൻ 10 ഉണ്ട്. പ്രാകൃത രീതിയിലുള്ള 6, വൈകൃത രീതിയിലുള്ള 3 പ്ലസ് 2 കൂടിയിട്ടുള്ള രീതിയിലുള്ള ഒരു സൃഷ്ടി +1. ആ +1 ആകുമ്പോഴാണ് ദശവിധ സൃഷ്ടി ആവണത്. സർഗോ നവവിധ തസ്യ എന്ന് പറഞ്ഞാലും ശരിയാണ്, ദശവിധ തസ്യ എന്ന് പറഞ്ഞാലും ശരിയാണ്. അങ്ങനെ രണ്ടും ശരിയാണ്. 6 3 9 പ്രാകൃതം വൈകൃതം, അത് രണ്ടും ചേർന്നിട്ടുള്ളൊരു സൃഷ്ടിയുടെ വേറെ പറഞ്ഞില്ലെങ്കിൽ 9, വേറെ പറഞ്ഞാൽ 10. അങ്ങനെയാണ് പല കാര്യങ്ങളും. വേറെ കൂട്ടിയ അല്ലേ 14 ലോകം എന്ന് പറഞ്ഞ പോലെ വേറെ പറയാച്ചാൽ 14ആണ്. ഒന്നിച്ച് ചിലതൊക്കെ ചേർത്താൽ 3ആണ്. അത്രയേ ഉള്ളൂ. രണ്ടും കാര്യത്തിന് മാറ്റമൊന്നുമില്ല. നവവിധവും ദശവിധവും. അങ്ങനെയുള്ള ദശവിധ സൃഷ്ടിയാണ് ആദ്യമായിട്ട് ചെയ്തത്. ഇതിനെ വിസ്തരിക്കണു. ആദ്യസ്തു മഗത സർഗോ ഗുണവൈഷമ്യമാത്മന ദ്വിതീയസ്തമകോ യത്ര ദ്രവ്യജ്ഞാന ക്രിയോദയ. തന്നിൽ നിന്ന് ആത്മന ഗുണവൈഷമ്യം വിഷമാവസ്ഥയെ പ്രാപിച്ച് 3 ഗുണങ്ങൾ നിമിത്തം. ഇതൊക്കെ 3 ഗുണം: സാത്വികം, രാജസം, താമസം. ഗുണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല, സ്വഭാവ ഗുണമില്ല, അതല്ല. ആധ്യാത്മികത്തിൽ ഗുണം എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം എപ്പോഴും വരും. സാത്വികൻ, രാജസം, താമസം, അതിനെയാണ് ഗുണങ്ങൾ എന്ന് പറയണത്. ഗുണദോഷ സമ്മിശ്രം എന്നുള്ള ഗുണമല്ല. ആ അർത്ഥം വരും, അത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുള്ളൂ. ഗുണങ്ങൾ നിമിത്തം, സാത്വിക രാജസ താമസ ഭാവങ്ങൾ നിമിത്തം പ്രകൃതിക്ക് നേരിടുന്നതായിരുന്ന വികാരഭേദം, അതാണെന്ത്? ഗുണവൈഷമ്യം. മഹത്വത്തിൻ്റെ സർഗ പ്രകാശം ആദ്യ ഒന്നാമത്തേത്. അഹങ്കാരത്തിൻ്റെ സർഗം ദ്വിതീയം രണ്ടാമത്തേത്. എത്ര യാതൊന്നിൽ നിന്ന് ദ്രവ്യജ്ഞാന ക്രിയോദയ ദ്രവ്യങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മങ്ങളുടെയും ഉൽപ്പത്തി ഭവിക്കും. നേരത്തെ പറഞ്ഞു 10 വിധ സൃഷ്ടി. 9 ഉള്ളൂ. അതിനെ രണ്ടും കൂടി ചേർന്നിട്ടുള്ളത് 1 ഉണ്ട്. അത് ചേർക്കുമ്പോൾ 10 വിധ സൃഷ്ടി എന്നാണ്. ശരിക്കും ദശവിധ സൃഷ്ടി എന്നാണ് പറയുക. ആദ്യത്തെ ഏതാണ്? മഹത്വത്വം, നേരിട്ടതായ പ്രകൃതിയുടെ വികാരമാണ് ആദ്യത്തെ സർഗം. 1-മത്തെ അഹങ്കാര തത്വമാണ് 2-മത്തെ. പ്രകൃതി വികാരത്തിന് അഹങ്കാര തത്വം എന്നും പറയും. അഹങ്കാരത്തിൻ്റെ സൃഷ്ടി. 2-മത്തേത് ദ്രവ്യജ്ഞാന ക്രിയോദയ. ദ്രവ്യജ്ഞാന ക്രിയോദയ ദ്രവ്യങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും സൃഷ്ടി. ദ്രവ്യം എന്ന് പറഞ്ഞാലോ ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളെ ഒറ്റ വാക്കിൽ പറയും ഭൂതങ്ങൾ അല്ലെങ്കിൽ ദ്രവ്യം. ചിലപ്പോൾ ചുരുക്കി പറയേണ്ടി വരും. ഇത് 5 പറയാൻ എപ്പോഴും പറ്റില്ലല്ലോ. അപ്പോൾ പഞ്ചഭൂതങ്ങൾക്ക് ഒന്നിച്ച് പറയുന്ന വാക്കാണ് ചുരുക്കി ദ്രവ്യം. 2 അക്ഷരത്തിൽ ഒതുങ്ങി. ദ്രവ്യജ്ഞാന ക്രിയോദയ വെറും ഭൂതങ്ങൾ എന്ന് പറഞ്ഞാലും മതി. പിന്നെ കർമ്മേന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി ഭവിക്കും. ഇതാണ് സൃഷ്ടിയെപ്പറ്റി ഏറ്റവും ചുരുക്കി പറയാച്ചാൽ പറയാൻ പറ്റുക. ആദ്യം മഹത്വത്വം ഉണ്ടായി. ദ്വിതീയ എത്ര അഹങ്കാരം ഉണ്ടാവും. ദ്വിതീയത്വം അഹങ്കാരം. ആ അഹങ്കാര തത്വത്തിൽ നിന്നാണ് പിന്നെ എന്തുണ്ടായത്? പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. കണ്ട് ചുരുക്കിയത് കണ്ടോ? ദ്രവ്യം, പഞ്ചഭൂതങ്ങൾ. ലോകത്തെ ദ്രവ്യങ്ങളൊക്കെ പഞ്ചഭൂത. ഭൂമി, വായു, വെള്ളം, അഗ്നി, ജലം. ദ്രവ്യം 2 അക്ഷരം കൊണ്ടാണ് കുറഞ്ഞു കൂത്തിക്കിയത്. ജ്ഞാനം, ജ്ഞാനേന്ദ്രിയങ്ങൾ, ജ്ഞാനം
2 അക്ഷരത്തിൽ ഒതുക്കി. എന്ത്? കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി. ഇത്രയൊന്നും പറയണ്ട. അതിന് വേണ്ടിയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ചുരുക്കിയത് നോക്കൂ. ദ്രവ്യ, ജ്ഞാന, ക്രിയ. എന്താ ക്രിയ? കർമ്മേന്ദ്രിയങ്ങൾ. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. കയ്യ്, കാല്, വാക്ക് കർമ്മേന്ദ്രിയാണ്. വാക്ക് കർമ്മേന്ദ്രിയാണ്. കഴുത്ത് മുതൽ ചുണ്ട് വരെ വ്യാപിച്ച് കിടക്കുന്ന കാണാൻ പറ്റാത്ത ഇന്ദ്രിയമാണ് വാഗീന്ദ്രിയം. അപ്പോൾ അതൊക്കെ ചേർന്നാൽ നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ മൂക്ക് വേണം, പ ഉച്ചരിക്കണമെങ്കിൽ ചുണ്ട് വേണം, ത ഉച്ചരിക്കണമെങ്കിൽ നാവ് വേണം. ഇതെല്ലാം കൂടി ചേർന്നതാണ് വാഗീന്ദ്രിയം. അതുകൊണ്ടാണ് അത്ര കർമ്മത്തിലേക്ക് വരുന്നത്. ചെയ്യാൻ പറഞ്ഞാലേ ചെയ്യാൻ പറ്റൂ. സംശയം ചോദിച്ചാലേ ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ വാക്കാണ് കർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്നാണ്. പിന്നെ 2 വിസർജനേന്ദ്രിയങ്ങൾ, അതും കർമ്മേന്ദ്രിയങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ഇപ്പം കയ്യെ പ്രവൃത്തി ചെയ്യാൻ കൈ വേണമല്ലോ, കാല് സഞ്ചരിക്കാൻ വേണം. ഇതാണ് ഇവിടെ എന്തുകൊണ്ട് ക്രിയോദയ. എന്താ അറിയും, ഇങ്ങനെ സൃഷ്ടിയെ സംഗ്രഹിക്കാൻ സംസ്കൃതത്തിലല്ലാണ്ട് വേറെ ഒന്നുകൊണ്ടും പറ്റില്ല. ഒറ്റ ശ്ലോകത്തിൽ ആദ്യസ്തു മഹത, മഹത്വത്തുണ്ടായി. ദ്വിതീയത്വ അഹം, അഹങ്കാരം 2ാമത്. അതിനുശേഷം ദ്രവ്യജ്ഞാന ക്രിയോദയ. പഞ്ചഭൂതങ്ങൾ ദ്രവ്യം, ജ്ഞാനേന്ദ്രിയങ്ങൾ ജ്ഞാനം, ക്രിയോദയ കർമ്മേന്ദ്രിയങ്ങൾ. ഇതാണ് സൃഷ്ടി. ഇനി അതിനെ വിസ്തരിക്കുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങൾ. ഭൂതസർഗ തൃതീയത്തു തന്മാത്രോ ദ്രവ്യശക്തിമാൻ ചതുർത്ഥ ഐന്ദ്രിയത്തർഗോയത്തു ജ്ഞാനക്രിയാത്മക. ദ്രവ്യശക്തിമാൻ, ദ്രവ്യങ്ങളെ ജനിപ്പിക്കാൻ ശക്തിയുള്ള, തന്മാത്ര ശബ്ദാദികളായ 5. ഇനി അടുത്ത 5 എണ്ണം പറയുകയാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, പഞ്ചഭൂതങ്ങൾ 5, 3 5ആയി. 3 ആയിട്ടുള്ള 5. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ പ്ലസ് 1 5 കൂടി ഉണ്ട് കേട്ടോ. ഏതാ? തന്മാത്ര. തന്മാത്ര എന്ന് പറഞ്ഞാൽ തന്മാത്ര സിനിമയുണ്ട്, ശാസ്ത്രത്തിലുണ്ട്, ഫിസിക്സിലുണ്ട്, മോളിക്യൂൾ. അതല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കണം. തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയേണ്ടതെന്തോ അത് തന്മാത്ര. ബാക്കി നമുക്ക് ഉണ്ടാക്കാം. കണ്ണുകൊണ്ട് എന്താ കാണുന്നത്? രൂപമാണ് കാണുന്നത്. രൂപം കണ്ടിട്ടാണ് നമ്മളത് ഇന്നതാണ് മനസ്സിലാക്കുന്നത്. ചെവി കൊണ്ട് എന്താ കേൾക്കണത്? ശബ്ദം. ഇപ്പം 2ാമത്തെ തന്മാത്ര ശബ്ദം. മൂക്കൊണ്ട് എന്താ അറിയുന്നത്? ഘ്രാണം. ഗന്ധം അല്ലേ? ഗന്ധമാണ് അറിയുന്നത്. മൂക്കൊണ്ട് ഗന്ധമാണ് അറിയുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ മൂക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ വെള്ളം എവിടെയെങ്കിലും കേടുവന്നാൽ മൂക്ക് പറയും അല്ലേ, എന്തോ വെള്ളത്തിന് വാസനയുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ അതിലെന്തോ ജീവി പെട്ടിട്ടുണ്ട്. അയ്യോ, ഈ മൂക്കില്ലെങ്കിൽ നമ്മളിത് എത്ര കഴിഞ്ഞിട്ട് അറിയാമെന്ന് ആലോചിച്ച് നോക്കൂ. നാവിനൊന്നും അത് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുമായിരിക്കും. ആദ്യം പറഞ്ഞു തരണത് മൂക്കാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ദൈവം ഫിറ്റ് ചെയ്തിരിക്കണം, ആലോചിക്കണം എന്നത്. ഗന്ധം, ശബ്ദസ്പർശ രൂപരസഗന്ധം. സ്പർശം എന്തുകൊണ്ടാണ്? ത്വക്കൊണ്ട് അറിയുന്നതാണ് സ്പർശം. ചൂട്, തണുപ്പ്, മൃദുവായത്, ഖരം ആയത്. ശബ്ദസ്പർശ രൂപരസ രസം അത് നാവുകൊണ്ടും അറിയണു. ഈ 5 എണ്ണത്തിനെ തന്മാത്രകൾ. ദ്രവ്യശക്തിമാൻ തന്മാത്ര. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇപ്പം മഹത്വത്തിനുണ്ടായ അഹങ്കാരം ഉണ്ടായി. അതിൽ നിന്ന് ദ്രവ്യം, പഞ്ചഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, ജ്ഞാനക്രിയോദയ പ്ലസ് തന്മാത്രകൾ. ഭൂതസർഗ തൃതീയസ്തു 3ാമത്തെ ഭൂതസർഗമാണ്. തന്മാത്രോ ദ്രവ്യശക്തിമാൻ ചതുർത്ഥ ഐന്ദ്രിയ സർഗോയസ്തു ജ്ഞാനക്രിയാത്മക. 4ാമത്തെ ഭൂത എന്താണ്? ജ്ഞാനക്രിയാത്മക. ഇന്ദ്രിയങ്ങൾ
അപ്പം നേരത്തെ പറഞ്ഞതിനെ ഇവിടെ നമ്പർ ഇട്ട് പറയുകയാണ്. ഇത്രയേ ഉള്ളൂ, നേരത്തെ പറഞ്ഞതന്നെ പറയണത് കേട്ടോ, വേറെയാണെന്ന് ധരിക്കരുത്. ഭൂതസർഗം മൂന്നാമത്തെ ആണ് പറയുമ്പോൾ, അഹങ്കാരം മഹത്വത്വം ആദ്യത്തെ, അഹങ്കാരം രണ്ടാമത്തെ, ഭൂതസർഗ തൃതീയസ്തു, പഞ്ചഭൂതങ്ങൾ 3, തന്മാത്രോ ദ്രവ്യശക്തിമാൻ, പിന്നെ തന്മാത്രയുണ്ടായി, ചതുർത്ഥം നാലാമത്തേണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയേണ്ടത്. അങ്ങനെ ഉള്ള സൃഷ്ടിയുടെ നമ്പർ ചേർത്ത് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് വൈകാരികോ ദേവസർഗ പഞ്ചമോ എന്മയം മന. അഹങ്കാരത്തിൽ നിന്നുണ്ടായ ദേവസൃഷ്ടിയാണ് പഞ്ചമം, അഞ്ചാമത്തെ ദേവന്മാർ. മനഃ എന്മയം അബുദ്ധികൃത, മനസ്സ് തമസ്സിനെ ഉണ്ടാക്കുന്നതിനാൽ ആറാമത്തെയാണ് ആകുന്നു. കാരണം മനസ്സാണ് എല്ലാവിധ അജ്ഞാനങ്ങളെയും ഉണ്ടാക്കുന്നത്. മനസ്സിൻ്റെ മറകൾക്ക് അപ്പുറത്താണ് ഈശ്വരൻ. മനസ്സ് എന്ന മറ ഉള്ളിടത്തോളം ഈശ്വരനെ കാണാനോ അനുഭവിക്കാനോ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മനസ്സ് ഈശ്വരനെ അനുഭവിക്കുക? ചിത്തം എന്ന പ്രതിഭാസത്വം കൊണ്ടാണ്. അതുകൊണ്ടാണ് മനസ്സിൽ ഈശ്വരൻ ഉണ്ടാവില്ല എന്ന് പറയണത്. മനസ്സിലല്ലാതെ ഈശ്വരൻ ഉണ്ടാവുമോ? മനസ്സിലല്ലാതെയേ ഈശ്വരൻ ഉണ്ടാവുള്ളൂ. മനസ്സ് എന്ന് പറഞ്ഞാൽ സംസാരമാണ്. ചിത്തം എന്ന് പറഞ്ഞാൽ സംസാരത്തിലേക്ക് വരാത്ത ചിത്തം, ഒറിജിനൽ സ്റ്റേറ്റ് ഓഫ് നമ്മുടെ ആ ഒരു അവസ്ഥയ്ക്കാണ് ചിത്തം എന്ന് പറയുക. അത് വികാരം പ്രാപിച്ച മനസ്സായി, ഐസുരുകിയ വെള്ളമാവണ പോലെ. അതുകൊണ്ട് മനസ്സ് എവിടെയുണ്ടോ അവിടെ സമാധാനമോ ഈശ്വര അംശമോ ഇല്ല. മനസ്സിനെ ഇല്ലാണ്ടാക്കുകയാണ് നമ്മൾ ആത്മീയ വിദ്യയിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരപ്രകാശം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് മനസ്സമാധാനം എന്നൊന്നില്ല. മനസ്സമാധാനം എന്നൊന്നില്ല. കാരണം മനസ്സ് എവിടെയുണ്ടോ അവിടെ സമാധാനമില്ല, സമാധാനം എവിടെയുണ്ടോ അവിടെ മനസ്സില്ല. രണ്ടും കൂടി പോവില്ല. ഇരുട്ടും വെളിച്ചവും ഒരുപോലെ പോവോ? ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമില്ല, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടില്ല. അതുപോലെ മനസ്സുണ്ടെങ്കിൽ ഈശ്വരൻ ഇല്ല. അപ്പം മനസ്സ് എന്മയം, മായാപ്രകൃതിയാണ്. ബുദ്ധികൃത, ആവരണത്തെ ഉണ്ടാക്കുന്നതായ തമസ്സിനെ, അതിനെ ആറാമതായിട്ട് പറയുന്നു. മഹത്വത്വം ഒന്നാമത്, അഹങ്കാരതത്വം രണ്ടാമത്, മൂന്നാമത്തെ തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, നാലാമത്തെ ഇന്ദ്രിയങ്ങൾ. നമ്പർ ഇട്ടു എന്ന് മാത്രം. നാലാമത്തെ ഇന്ദ്രിയങ്ങൾ, അഞ്ചാമത്തെ ദേവസർഗം, ആറാമത്തേണ് മനസ്സ്, ഷഷ്ട അജ്ഞാനം, ആറാമത്തെ അവിദ്യ അല്ലെങ്കിൽ മനസ്സ് ഒക്കെ ചേർന്നത്. ഷഡിമേ പ്രാകൃത സർഗ വൈകൃതാൻ അഭിമേ ശൃണു. രജോ ഭാജോ ഭഗവതോ ലീലേയം ഹരിമേധസ. ബാക്കി അടുത്ത ഭാഗത്ത് നോക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.